ഇട്ടോണം കുണ്ടുകുളങ്ങര ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തപസ്യ കമ്മിറ്റിയുടെ 25ാം വാർഷികമാണ്. അതിനോടനുബന്ധിച്ച് തലേദിവസം ഗംഭീര ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇട്ടോണം കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിലെ തപസ്യ കലാവേദിയുടെ 25ാം വാർഷികാഘോഷമാണ്. ഇന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഗംഭീര അന്നദാനം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഗംഭീര ശിവരാത്രി ആഘോഷങ്ങളൊക്കെ നടക്കും. ഇന്നലെ ഗംഭീര ഗാനമേളയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജു വരൂ, രാജു ഇട്ടോണം കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിലെ മാതൃസമിതി കമ്മിറ്റി അംഗങ്ങളാണ് കേട്ടോ. അവിടെ ഉണ്ടായി എന്നപ്പോൾ വരാം. സെൽഫി അല്ലേ, ഞങ്ങളിവിടെ പോസ് ചെയ്യണോ?
നാട്ടുകാരെ, പ്രിയമുള്ള കലാസ്നേഹികളായ സദസ്യരെ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശിവക്ഷേത്രങ്ങളിൽ ആഹ്ലാദപൂർവ്വം ശിവരാത്രി മഹോത്സവം കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലും വിപുലമായ പരിപാടികളോടെ 2 ദിവസമായിട്ടാണ് ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം കൊണ്ടാടുന്നത്. അതായത് ഇന്നലെയും ഇന്നുമായിട്ട് വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. ഇതിൻ്റെ കാരണം എന്താണെങ്കിൽ ഈ വർഷം തപസ്യ കലാവേദിയുടെ 25ാം വാർഷികമാണ്. ആ 25ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുക എന്നതിനു വേണ്ടിയാണ് ഈ 2 ദിവസത്തെ പരിപാടികൾ ആവിഷ്കരിച്ചത്. 25 വർഷം മുമ്പ് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ കുറച്ചു പേർ ചേർന്ന് സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് ഈ തപസ്യ കലാവേദി. അതിൽ സമപ്രായക്കാരല്ല, വ്യത്യസ്ത പ്രായക്കാരായ പലരുമാണ് ഇന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നയിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തനം ആരംഭിച്ച് ഇന്നും ആ പ്രവർത്തനം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ അത്യപൂർവമായി സന്തോഷത്തോടെ ഈ പരിപാടികൾ നടത്തുന്നത് അവരുടെ ഐക്യത്തിൻ്റെ ഫലമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലവും വൈവിധ്യമാർന്ന പരിപാടികളോടെ വ്യത്യസ്തമായ ഓരോ കാലത്തും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ട് ആദ്യകാലങ്ങളിൽ നാടകമായും അതുപോലെ തന്നെ പിന്നീട് മിമിക്സ് പരേഡായും ഇന്നലെ ഇപ്പോൾ ഗംഭീരമായ ഗാനമേളയുമായി ഇവർ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന ശിവരാത്രി മഹോത്സവത്തിന് എല്ലാ കൊല്ലവും അവരുടെ വളരെയധികം പുരോഗതിയുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ 4 കൊല്ലമായി നടത്തുന്ന ദേശവിളക്ക് മഹോത്സവത്തിലും അതോടൊപ്പം തന്നെ കാലങ്ങളായി ഇവിടെ നടത്തുന്ന പ്രതിഷ്ഠാ ദിനത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണ്. ഇത്തരം കലാസംഘടനകൾ എല്ലാ നാടിനും അത്യന്താപേക്ഷിതമാണ്. വളർന്നു വരുന്ന ഈ തലമുറയെ അത്യുത്സാഹപൂർവ്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത്തരം കലാസംഘടനകൾ നാട്ടിലുടനീളം സംഘടിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും അവരുടെ സാമീപ്യം നാം കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ നല്ല ജനക്ഷേമകരമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും വരും കാലങ്ങളിൽ ഇവരുടെ പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് എനിക്ക് അവരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനും അവർക്ക് ഇതിനു വേണ്ടതായ കരുത്ത് നൽകാനും സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ എൻ്റെയും ഈ നാട്ടുകാരുടെയും അകൈതവമായ നന്ദിയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. തപസ്യ കലാവേദിയുടെ 25ാം വാർഷികത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അഭിമാനകരമായ ഈ 25 വർഷങ്ങൾ വിവിധങ്ങളായ പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി സഹായത്തോടും കൂടി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ഈ സംഘടനയെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ. ഇവരുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എന്തൊരു കാര്യമുണ്ടായാലും അവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്, സഹായം ഉണ്ടാകാറുണ്ട്. ആർക്കെങ്കിലും സഹായം, വൈദ്യസഹായം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു കൂട്ടായി സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് നമുക്കറിയാം, എണ്ണയ്ക്കും തിരിക്കും പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേത്രക്ഷേമ സമിതി വെച്ചുകൊണ്ട് എല്ലാ നാട്ടുകാരെയും ചെന്ന് കണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹായത്തോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഊരാളന്മാരുടെ വളരെയധികം സഹായവും സാന്നിധ്യവും
അതുപോലെ തന്നെ നമ്മുടെ രാജേഷും അമ്മയും അതേപോലെ ചന്ദ്രേച്ചി ആദ്യം മുതലേ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ കുറഞ്ഞ വേതനത്തിൽ അവർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇപ്പോൾ മേൽസംഘ അദ്ദേഹം കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ സേവനം മാത്രമാണ്. അവരുടെ ഒക്കെ ഒപ്പം ഇവരുടെ സേവനം നമ്മുടെ ഈ ക്ഷേത്രത്തിന് വളരെയധികം പുരോഗതി ലഭിക്കുകയുണ്ടായി. കുറച്ചു കാലമായിട്ട് നമുക്കറിയാം ക്ഷേത്രക്ഷേമ സമിതി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കാര്യങ്ങളും മാത്രമാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നത്. ആഘോഷങ്ങളെല്ലാം ബാലമാഷ്ടങ്ങളുടെ വിളക്കായാലും ശരി, അതുപോലെ തന്നെ ശിവരാത്രി ആയാലും ശരി, അന്നദാനമായാലും ശരി, എല്ലാറ്റിനും ഇവരുടെ വളരെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മാതൃസമിതി വളരെ ശരി അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിനും ഈ നാടിനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ 25ാം വർഷത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇതിന് വിശദമായിട്ട് ബാലേട്ടനും രാമനും പറയുണ്ടായി. ക്ഷേത്രത്തിൽ വളരെ മോശമായ സാഹചര്യത്തിൽ നിന്ന് ഏറെക്കുറെ നല്ലൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പറയാൻ പറ്റിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ക്ഷേത്രക്ഷേമ സമിതിക്ക് എല്ലാവിധ സഹായങ്ങളും ഇവിടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവർ അതിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും തപസ്യ കലാവേദി ഞങ്ങളിവിടെ ഉണ്ടാവാറുണ്ട്. 25ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് നന്മകൾ ആശംസിക്കുന്നു. കൂടാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തപസ്യ അമ്പലത്തിൻ്റെയും നാട്ടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമാകുന്ന കാര്യങ്ങൾക്ക് എല്ലാ പ്രയോജനവും നൽകാൻ തപസ്യക്ക് സാധിക്കട്ടെ. അവരോടുകൂടെ തന്നെ ഞങ്ങൾ ക്ഷേത്രക്ഷേമ സമിതിയും അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കൂടാതെ അമ്പലത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അമ്പലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വം ഞങ്ങൾ നടത്തുമ്പോഴും പുറത്ത് ആഘോഷ പരിപാടികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരൊപ്പം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തപസ്യ കലാവേദിക്കും ഇവിടുത്തെ മാതൃസമിതിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ദർശൻ ഗ്രൂപ്പ് ഉണ്ട്, അവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തപസ്യ കലാവേദിയുടെ 25ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരണം ഈ 2 ദിവസമായി വളരെ ടെൻഷനിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഈ പരിപാടികൾ നടത്താൻ. ഞങ്ങൾ ടീമായിട്ട് ദിവസം ഉറക്കം ഇല്ലാണ്ട് നടന്ന സമയങ്ങളുണ്ട്. ഇന്ന് അതിയായ സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം എല്ലാവരും കൂട്ടായ്മ കാരണമാണ് നമ്മൾ ഇപ്പൊ ഈ വേദിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇനി സന്തോഷം നിറഞ്ഞ നാളുകളാവട്ടെ നമ്മുടെ ദൈവാനുഗ്രഹത്തില് നമ്മുടെ ക്ഷേത്രവും നമ്മുടെ ഗ്രൂപ്പുകളും മാതൃസമിതി തപസ്യ ഗ്രൂപ്പും. ഞാൻ ഇവിടെ വന്നത് എന്ത് തപസ്യ, എന്ത് മാതൃസമിതി, എനിക്ക് അറിയില്ലായിരുന്നു. വീട്ടോടത്ത് വന്നപ്പോൾ ഇപ്പോൾ 8 വർഷമായിട്ട് നമ്മുടെ മുന്നേറ്റം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി മുന്നും ഭഗവാന്റെ കൃപയിൽ ഇനിയും ഉണ്ടാവട്ടെ. നമ്മൾ ഒരു അന്നദാനായാലും എന്തായാലും അയ്യോ അതിപ്പോ നമുക്ക് അത്ര ചെയ്യാൻ പറ്റുന്നൊരു ജീവിതം. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും. മണിയിട്ട് ഇറങ്ങി ഞങ്ങളിന്റെ കൂടെ. എന്താ പേടി, എന്തെങ്കിലും വരുമ്പോ ഞങ്ങളുണ്ട്. അതേമാതിരി നമ്മുടെ കമ്മിറ്റി അതേമാതിരി ധൈര്യമാകും. ഞാൻ പറയും വെയ്യ ക്ഷീണായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പേടിയാവുകയും ഒന്നും പേടിക്കേണ്ട ഞങ്ങൾ കൂടെ. ആ ഒരു ധൈര്യമാണ് നമുക്ക് എല്ലാവർക്കും. എല്ലാവരുടെ ധൈര്യത്തിലാണ് ഇന്ന് നമ്മൾ സന്തോഷത്തോടെ ഈ 2 ദിവസം പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. തപസ്യക്കും നന്ദി പറയുന്നു. നമ്മളിപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളൊക്കെ കൂടിയിട്ട് ഈ കൊച്ചുങ്ങളുടെ പ്രോഗ്രാം കാണാനാണ് വന്നിരിക്കുന്നത്, ഭാഷണം കേൾക്കാനല്ല, സംസാരം കേൾക്കാനല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തപസ്യക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മൾ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന പരിപാടി തുടങ്ങാൻ പോകും. താങ്ക് യു. അമ്പല കമ്മിറ്റിക്ക് പ്രത്യേകം ഞങ്ങളുടെ തപസ്യയുടെ പേരിൽ നന്ദി പറയുന്നു.
നിറം തൂവിയ ചന്ദ്രിക നീ പൂർണിമ മുത്ത മുത്ത കണ്ണ പള്ളിക്കാട്ടിലെ മുള്ളച്ചെടി പോലൊരുത്തി കണ്ട നിന്റെ കാരുണ്യം മേരെ നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന തപസ്യ കലാവേദിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.